ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ടോപ്പിക്കിലെ ആവശ്യമുള്ള ഇക്വേഷൻസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്ന ഒരു ഏരിയ ആണ്, അതുപോലെ തന്നെ കുറച്ച് ടൈം നമ്മൾ കൊടുക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് വാങ്ങിയ വില, വിറ്റ വില, ലാഭം, ശതമാനം, ലാഭശതമാനം, പരസ്യവില, ഡിസ്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ പഠിക്കാം. എന്താണ് വാങ്ങിയ വില? വാങ്ങിയ വില അഥവാ കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് നോക്കാം. വാങ്ങിയ വില അഥവാ കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് നോക്കാം. നമ്മൾ CP എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു സാധനം വാങ്ങുന്നതിന് നമ്മൾ എത്ര രൂപയാണ് മുടക്കുന്നത്, അതിനെയാണ് വാങ്ങിയ വില എന്ന് പറയുന്നത്. അഥവാ മുടക്കുന്ന ആ ഒരു വിലയാണ് കോസ്റ്റ് പ്രൈസ് അഥവാ വാങ്ങിയ വില എന്ന് പറയുന്നത്. ഇനി എന്താണ് സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വിറ്റ വിലയെയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ SP എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഒരു സാധനം വിൽക്കുന്ന വില, അതിനെയാണ് വിറ്റ വില എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ലാഭം, എന്താണ് നഷ്ടം എന്നാണ് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ലാഭം? ലാഭം എന്ന് പറയുന്നത് വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ലാഭമാണ് ഉണ്ടായതെന്ന് പറയാം. അതേപോലെ തന്നെ വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കുറവാണെങ്കിൽ നഷ്ടമാണ് ഉണ്ടാകുന്നത്. വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കുറവാണെങ്കിൽ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കറിയാലോ, ഒരു 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, നമ്മൾ 20 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്കവിടെ ലാഭമാണ് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ 5 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ ലാഭവും നഷ്ടവും നമ്മൾ പഠിച്ചു. ലാഭത്തിന് നമ്മൾ പ്രോഫിറ്റ് P കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, നഷ്ടത്തിന് നമ്മൾ ലോസ് L കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇനി ലാഭം കാണാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ്. ലാഭം എന്ന് പറയുന്നത് വിറ്റ വില മൈനസ് വാങ്ങിയ വില അഥവാ വിറ്റ വില എന്ന് പറയുന്നത് എത്രയാണ്? വിറ്റ വില എന്ന് പറയുന്നത് SP മൈനസ് CP. ഇനി നഷ്ടം എന്ന് പറയുന്നത് എന്താണ്? നഷ്ടം എന്ന് പറയുന്നത് വാങ്ങിയ വില മൈനസ് വിറ്റ വിലയാണ്. വാങ്ങിയ വില എന്ന് പറയുന്നത് CP, വിറ്റ വില എന്ന് പറയുന്നത് SP. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെയൊക്കെ ശതമാനമാണ്. ലാഭശതമാനം, നഷ്ടശതമാനം നമ്മൾ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ലാഭശതമാനം എത്ര അല്ലെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ എന്താണ് നഷ്ടശതമാനം, എന്താണ് ലാഭശതമാനം നോക്കാം. വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എപ്പോഴും ലാഭശതമാനവും നഷ്ടശതമാനവും കണക്കാക്കുന്നത്. ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കണം. തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ മൊത്തം തെറ്റും. അപ്പോൾ വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എപ്പോഴും ലാഭശതമാനവും നഷ്ടശതമാനവും കണക്കാക്കുന്നത്. അപ്പോഴിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൂത്രവാക്യത്തിൽ വാങ്ങിയ വില എപ്പോഴും ഛേദമായിട്ട് വരും, അഥവാ ഡിനോമിനേറ്ററായിട്ട് വാങ്ങിയ വിലയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ലാഭശതമാനം, പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ്, ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില, അതായത് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ശതമാനമാണ് കാണുന്നത്, അതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ വാങ്ങിയ വിലയായിരിക്കും. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് വാങ്ങിയ വിലയായിരിക്കും. അവിടെ പോയിട്ട് SP അഥവാ സെല്ലിംഗ് പ്രൈസ് അതവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം താഴെ എപ്പോഴും വാങ്ങിയ വിലയാണ്. അത് ലാഭശതമാനം ആണെങ്കിലും നഷ്ടശതമാനം ആണെങ്കിലും താഴെ വാങ്ങിയ വിലയാണ്.
നഷ്ടശതമാനം എന്ന് പറയുന്നത് അഥവാ ലോസ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? മുകളിൽ ലോസ് ഡിവൈഡഡ് ബൈ താഴെ എന്തായിരിക്കും? വാങ്ങിയ വില തന്നെയായിരിക്കും. CP ഇൻറ്റു 100 അഥവാ നഷ്ടശതമാനം എന്ന് പറയുന്നത് നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പോൾ ലാഭശതമാനമാണെങ്കിലും നഷ്ടശതമാനമാണെങ്കിലും താഴെ വരേണ്ടത് വാങ്ങിയ വില തന്നെ ആയിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിറ്റ വില അഥവാ സെല്ലിംഗ് പ്രൈസ് നമ്മളോട് കാണാനായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ വില ഇൻറ്റു 100 പ്ലസ് ലാഭശതമാനം പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ആണ്. അതേപോലെ തന്നെ വിറ്റ വില കാണാനായിട്ട് 2 ഇക്വേഷനാണുള്ളത്. വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വില ഇൻറ്റു 100 മൈനസ് നഷ്ടശതമാനം ഡിവൈഡഡ് ബൈ 100. അതായത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ലാഭശതമാനമാണ് തരുന്നത്, അതുപോലെ തന്നെ വാങ്ങിയ വിലയും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ വിറ്റ വില കാണാനായിട്ട് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നഷ്ടശതമാനം തന്നു, അതുപോലെ തന്നെ വാങ്ങിയ വിലയും തന്നു. അങ്ങനെയാണെങ്കിൽ വിറ്റ വില കാണാനുള്ള ഫോർമുലയാണ് ഈ സെക്കൻഡ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രോഫിറ്റ് ആണെങ്കിൽ പ്ലസും ലോസ് ആണെങ്കിൽ മൈനസും ആയിരിക്കും. ആ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ നമുക്ക് വാങ്ങിയ വില കാണാനായിട്ട് ചോദിക്കും. കോസ്റ്റ് പ്രൈസ് കാണാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റ വില ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 പ്ലസ് ലാഭശതമാനം. അതേപോലെ തന്നെ വാങ്ങിയ വില കാണാനായിട്ട് മറ്റൊരു ഇക്വേഷനാണ് വിറ്റ വില ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് ലോസ് പേഴ്സൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഒരു ഇക്വേഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ബാക്കി 3 ഇക്വേഷൻസും കൂടി പഠിക്കാം. വിറ്റ വില, അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് വിറ്റ വില കാണാനായിട്ട് വാങ്ങിയ വില കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മുകളിൽ 100 പ്ലസ് ഓർ മൈനസ്, അതായത് പ്ലസ് വരുന്ന പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് തരുമ്പോൾ മൈനസ് വരുന്നത് ലോസ് പേഴ്സൻറ്റേജ് നഷ്ടശതമാനമാണ് തരുന്നതെങ്കിൽ. ഇനി അതേപോലെ തന്നെ വാങ്ങിയ വില കാണാനായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? വിറ്റ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നേരെ തിരിയും, മുകളിൽ 100 എന്ന് വരും ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഓർ മൈനസ് അത് പ്രോഫിറ്റ് പേഴ്സൻറ്റേജോ ലോസ് പേഴ്സൻറ്റേജോ ആയിരിക്കും. അപ്പോൾ തരുന്നതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻസും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് സൂത്രവാക്യങ്ങളൊക്കെ പഠിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ശാലിത 150 രൂപയ്ക്ക് വാങ്ങിയ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് 210 രൂപയ്ക്ക് ശ്വേതയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ കാണാനുള്ളത് ലാഭശതമാനമാണ് കാണേണ്ടത്. അപ്പോൾ ലാഭശതമാനം കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ലാഭശതമാനം അഥവാ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ഇതിൽ നമുക്ക് ആദ്യം കണ്ടത് ലാഭമാണ്. ലാഭം നമുക്കറിയില്ല, അത് കാണാം. അപ്പോൾ ലാഭം കാണാനായിട്ട് നമുക്ക് അറിയാലോ, ലാഭം കാണാനായിട്ട് വിറ്റ വില മൈനസ് വാങ്ങിയ വിലയാണ്. വിറ്റ വില എത്രയാണ്? വിറ്റ വില 210 ആണ്, വാങ്ങിയ വില 180 ആണ്. രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ലാഭശതമാനം കാണാമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാഭം 30 ആണ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എന്ന് പറയുന്നത് 180 ആണ് ഇൻറ്റു 100. ഇത് ക്യാൻസൽ ചെയ്ത് പോവും. ഇത് 6 തവണ 100 ഡിവൈഡഡ് ബൈ 6. 100 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. 100നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഒരു തവണ പോവും, ബാലൻസ് 4, 0 ഇറക്കിയിട്ടു, ദെൻ 6, 6, 36, ബാലൻസ് 4. അപ്പോൾ നമുക്കിതിനെ 16 4/6 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 16. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2/3%. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമൃത 750 രൂപയ്ക്ക് വാങ്ങിയ വാനിറ്റി ബാഗ് 700 രൂപയ്ക്ക് പഞ്ചമിക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടത് ലാഭശതമാനമാണ്, ഇവിടെ നഷ്ടശതമാനം കാണണം. അപ്പോൾ നഷ്ടശതമാനം അഥവാ ലോസ് പേഴ്സൻറ്റേജ് കാണാനായിട്ട് നമുക്ക് ഫോർമുല അറിയാം. നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില
ഇൻറ്റു 100 ഇതിൽ നഷ്ടം നമുക്ക് കാണണം. നഷ്ടം എന്ന് പറയുന്നത് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വാങ്ങിയ വില മൈനസ് വിറ്റ വിലയാണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാങ്ങിയ വില 750 വിറ്റ വില 700 ഇസ് ഈക്വൽ ടു 50 എന്ന് കിട്ടും. അപ്പോൾ നഷ്ടശതമാനം എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 50 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില 750 ഇൻറ്റു 100. രണ്ടും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 5 15 1 5 100/15 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു വീണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 20/3 എന്ന് കിട്ടും. 20/3 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 6 2/3% നമുക്ക് എഴുതാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ചോദ്യം. അഞ്ജിത 930 രൂപയ്ക്ക് വാങ്ങിയ ഒരു ചുരിദാർ 10% ലാഭത്തിൽ അമീഷയ്ക്ക് വിറ്റു എങ്കിൽ വിറ്റ വില എത്രയാണ്? വിറ്റ വിലയാണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ ഇത് 2 തരത്തിൽ ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് ഒരു കാര്യം, ഒരു സാധനം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 10% ലാഭത്തിൽ വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മീൻ ചെയ്യുന്നത് 10% ലാഭത്തിൽ വിറ്റ് കഴിഞ്ഞാൽ വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വിലയുടെ 110% ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 20% ലാഭത്തിനാണ് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വിലയുടെ 120% ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ലാഭത്തിൽ ഒരു സാധനം വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വിലയുടെ 150% ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇൻ ജനറൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സാധനം X% ലാഭത്തിൽ വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വിലയുടെ എന്തായിരിക്കും? 100 + X% ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ആൻസർ കാണാം. 2 മെത്തേഡിൽ ചെയ്യാം. ഒന്ന് സൂത്രവാക്യ രീതി ഉപയോഗിച്ചും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പോൾ നമുക്ക് അല്ലാതെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. വിറ്റ വില കാണാനായിട്ട് വാങ്ങിയ വിലയുടെ 110% കണ്ടാൽ മതി എന്നാണ് പഠിച്ചതല്ലേ. നമ്മൾ വാങ്ങിയ വിലയുടെ 110% കാണുകയാണ്. വാങ്ങിയ വില 930. 110% എന്ന് പറയുമ്പോൾ 110/100. ഇത് ക്യാൻസൽ ചെയ്യും, ഇതും ക്യാൻസൽ ചെയ്യും. 93 × 11 എന്ന് പറയുന്നത് 3 2 0 1 1023 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇനി ഇതെങ്ങനെയാണ് സൂത്രവാക്യ രീതിയിൽ ചെയ്യാന്നുള്ളത് നോക്കാം. സൂത്രവാക്യ രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വില ഇൻറ്റു 100 + ലാഭശതമാനം 100 + ലാഭശതമാനം ഡിവൈഡഡ് ബൈ 100 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാങ്ങിയ വില 930 100 + 10% ലാഭശതമാനം ബൈ 100 ഇസ് ഈക്വൽ ടു 930 × 110/100 എന്ന് തന്നെ കിട്ടും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1023 ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 2 തരത്തിൽ ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേഘന 38,000 രൂപയ്ക്ക് വാങ്ങിയ വാഷിംഗ് മെഷീൻ 5% നഷ്ടത്തിനാണ് ഹരിതയ്ക്ക് വിറ്റത് എങ്കിൽ വിറ്റ വില എത്രയാണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിറ്റ വില കാണാൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാങ്ങിയ വില തന്നിട്ടുണ്ട്. അപ്പോൾ 2 തരത്തിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് 5% നഷ്ടമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 5% നഷ്ടത്തിൽ വിറ്റ് കഴിഞ്ഞാൽ വിറ്റ വില എന്ന് പറയുന്നത് എന്തായിരിക്കും? വാങ്ങിയ വിലയുടെ 95% ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതായത് കുറയ്ക്കുകയാണ്. നഷ്ടം എന്ന് പറയുമ്പോൾ കുറയ്ക്കുന്നു, ലാഭം എന്ന് പറയുമ്പോൾ കൂട്ടുന്നു. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇൻ ജനറൽ എന്ത് പറയാം? X% നഷ്ടത്തിൽ ഒരു വസ്തു വിറ്റ് കഴിഞ്ഞാൽ വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വിലയുടെ 100 - X% ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സൂത്രവാക്യം അല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. ഇവിടെ 5% നഷ്ടമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വിറ്റ വില കാണാനായിട്ട് വാങ്ങിയ വിലയുടെ 95% കണ്ടാൽ മതി. വാങ്ങിയ വില 38,000 × 95/100. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 380 × 95 ആൻസർ 36,100 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി ഇതെങ്ങനെ സൂത്രവാക്യ രീതിയിൽ ചെയ്യാന്നുള്ളത് നോക്കാം.
സൂത്രവാക്യ രീതിയിൽ നമ്മൾ പഠിച്ചു വിറ്റ വില എന്ന് പറയുന്നത്, അതായത് നഷ്ടശതമാനവും വാങ്ങിയ വിലയും തന്നിട്ടുണ്ടെങ്കിൽ വിറ്റ വില കാണാനായിട്ട് എങ്ങനെയാണ്, വാങ്ങിയ വില ഇൻറ്റു 100 മൈനസ് നഷ്ടശതമാനം ഡിവൈഡഡ് ബൈ 100 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 38,000 ഇൻറ്റു 100 മൈനസ് 5 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 38,000 ഇൻറ്റു 95/100. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 36,100 എന്നാണ്. ഓക്കെ, അപ്പോൾ 2 തരത്തിൽ ചെയ്യാം. ഇനി അടുത്ത ചോദ്യം, പവിത്ര 51,000 രൂപയ്ക്ക് ഒരു അലമാര നവ്യയ്ക്ക് വിറ്റപ്പോൾ 15% നഷ്ടം വന്നു എങ്കിൽ വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില തന്നെയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൂത്രവാക്യ രീതിയിൽ അങ്ങനെ ചെയ്യാം. വാങ്ങിയ വില എന്ന് പറയുന്നത് വിറ്റ വില ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് നഷ്ടശതമാനമാണ് അല്ലേ, ഇസ് ഈക്വൽ ടു വിറ്റ വില എത്രയാണ്, ഇസ് ഈക്വൽ ടു വിറ്റ വില 51,000 ഇൻറ്റു 100 ബൈ 100 മൈനസ് നഷ്ടശതമാനം 15. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60,000 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതാണ് ഈസി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാഭം, നഷ്ടം, വിറ്റ വില, വാങ്ങിയ വില അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അവയുടെ ശതമാനങ്ങളുമാണ് പഠിച്ചത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള സൂത്രവാക്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്